ആഹാ, ഇത് ഇങ്ങോട്ടും അടിക്കാൻ തുടങ്ങിയോ? ഹലോ, ആ സ്രാങ്ക് എവിടെയില്ലേ? അയ്യോ, ഇത് ബോട്ടല്ല, കടയാ. റോങ് നമ്പര്. പറയണ കേട്ടാ മതി. ആ സ്രാങ്ക് അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ 5 മിനിറ്റിനകം ഈ ഫോണിന്റെ ചോട്ടി വന്നിരിക്കാൻ പറ. അത് പറയാൻ നിങ്ങൾ ആര്? മായാവി. ശരി. ശ്രാങ്കേ, ഒരു സർബത്ത് കുടിച്ചിട്ട് പോവാ. എന്റെ പൊന്നോ വേണ്ട. എന്നിട്ട് കാശിലാന്ന് പറയുമ്പോ താരിക്കിട്ട് തട്ടാനല്ലേ? ദാണ്ടെ സ്രാങ്ക് വരുന്നു. ആ ചേരങ്ങട്ടെ എടുത്തേ. ഒന്നങ്ങട് മാറി കൊടുക്ക്. ഇങ്ങോട്ട് ഇരുന്നാട്ടെ. ഇതെന്ത് മറിമായും? എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. ഹലോ, ഞാനാ മായാവി. ഞാൻ എപ്പോഴാടാ നിന്റെ ശിഷ്യനായത്? തവളപ്രക്കാടി, നീ എപ്പോഴാടാ എന്നെ കണ്ടിട്ടുള്ളത്? ഒരു കയ്യബദ്ധം, നാറ്റിക്കരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ, നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. എന്തു വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ. എനിക്ക് അവിടെ നിന്നെ കൊണ്ട് ചില ആവശ്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം, എന്നിട്ട് അതുപോലെ ചെയ്യണം. ചെയ്തില്ലെങ്കിൽ നിന്റെ കഴുത്ത് ഞാൻ അർത്ഥമെടുക്കും. മനസ്സിലായില്ലേ? യഥം വലം നോക്കാതെ ചെയ്തിരിക്കും. ശരിയാടാ, സ്രാങ്ക് മായാവിയുടെ ആശാൻ തന്നെയാ. പിന്നെ ഞാനെന്തിനാ ആശാനെന്നും പറഞ്ഞ് നടക്കുന്നത്? ഇനി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഇവിടുത്തെ കാര്യം ഞാൻ ഏറ്റു. ശരി. ഞാനല്ലേ പറയുന്നത്, നിനക്ക് ഈ ആശാന വിശ്വാസമില്ലേ? എന്നാലും ഞാൻ പഠിപ്പിച്ചതൊന്നും നീ മറന്നില്ലല്ലോ. അത് മതി. ഈ ഗുരുവിന് തിരുപ്പതിയായടാ, തിരുപ്പതിയായി. പിന്നെ ഒരു ഗൗരവമുള്ള ജോലി നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ്. കണ്ണൂരിലെ നമ്മുടെ കളരിയിൽ നിന്ന് ആ പഴയ രഹസ്യ ആയുധപ്പെട്ടി ഒന്നും കെട്ടിക്കണം. പകല് വേണ്ട, രാത്രി മതി. ഇനി ഒന്നും ഇങ്ങോട്ട് പറയണ്ട, പറയുന്നത് അങ്ങോട്ട് ചെയ്താ മതി. കേരടാ, ബ്ലാഡ് ഫുൾ. അവൻ പറയാ പരസ്യമായിട്ട് അവന് ഗുരുപൂജ ചെയ്യണമെന്ന്, അതും അമ്പലത്തിന് നടയിൽ വെച്ച്. അതാ ഞാൻ ഫസ്റ്റിലേ പറഞ്ഞത്, കയ്യപ്പത്തൊന്നും കാണിക്കരുത്, നാട്ടിക്കരുതെന്ന്. നിങ്ങൾ കേട്ടില്ലേ? ഈ സ്രാങ്കിന്റെ ഒരു ഭാഗ്യേ. ഇതൊക്കെ എന്ത്? തനിക്ക് എത്ര രൂപ തരാനുള്ളത്? ഒന്ന് ചുമ്മാ ഫ്രാങ്കേ, ആ ടീച്ചറിന് കയ്യെടുത്തേ. നാട്ടുകാരാകുമ്പോ കുറച്ച് കാശ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തൊന്ന് വാങ്ങി നോക്കി ഇരിക്കും, അതൊന്നും കാര്യാക്കാനില്ല. എന്നൊരു 50 രൂപ എടുത്തേ. ഇങ്ങനെ കാര്യങ്ങളും വിവരങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ. ഇനി എന്തറിയാനാ? കാര്യം നമ്മൾ പലപ്പോഴായിട്ടൊന്ന് ഉരസിയിട്ടുണ്ടെങ്കിലും ഞാനത് മറന്നു. ആണുങ്ങളായതൊക്കെ പതിവാ. നീ ഇന്ന് മുതൽ എന്റെ കൂടെ കൂടിക്കും, ശിക്ഷനായിട്ട്. അത് വേണോ? വേണം. ഒരു ഫ്രീ ചായ ഇവന് കൊടുക്ക്. നിങ്ങളൊന്നേ, നമ്മൾ ചെയ്ത വലിയൊരു തെറ്റിന് പരിഹാരം ചെയ്യണം. പലഹാരം വേണോ സ്രാങ്കേ? പലഹാരം അല്ലടാ കഴുതേ, പരിഹാരം. ഏതായാലും പലഹാരത്തെ കുറിച്ച് എന്നെ ഓർമ്മിപ്പിച്ച സ്ഥിതിക്ക് എടുത്തോളൂ. 2 ബോണ്ട, ഒരു സവാളവട, ഒരു സുഖിയൻ. കർത്താവേ, യാതൊരു സ്വത്തുമില്ലാതെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ നിന്റെ അൾത്താരയിലേക്ക് വരികയാണ്. തൂങ്ങുന്നതിനിടയിൽ ഈ കൊമ്പങ്ങാനും ഒടിഞ്ഞ് എന്റെ തലയിൽ വീണാൽ ഞാൻ തലപൊട്ടി ചത്തുപോകും. കാത്തോളനെ, ഞാൻ അവിടെ വരുമ്പോൾ ഇതുപോലത്തെ 1000 മെഴുകുതിരികൾ അവിടുത്തെ അൾത്താരയിൽ കത്തിച്ചോളാം. സൂക്ഷിച്ചു വാടാ മാങ്കാണ്ടി. എന്നാ പண்றது? நான் சாக போறேன்டா. എന്നെ വിട്ടിട്ട് പോവാതിക്ക. அப்படியா? എന്നാ നീ ഇവിടെ വാ. ഒരു ധൈര്യത്തിന്. കയറ് സ്ട്രോങ് ആണ്. എന്താ എന്നെ ആസാനെ തുണിയെല്ലാം പോറ്റിട്ട് സേഫ്റ്റിടാ. ടൈറ്റ് ആവുമ്പോ ഇത് തൊണ്ട വേദനിക്കില്ലേ? എനിക്ക് ടോൺസിലൈറ്റിസ് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. കഴുത്ത് ഭദ്രമാ പാക്ക വേണ്ട. എന്നെ ആസാനെ എന്നാ പത്തനം. எல்லாம் போச்சுடா. எல்லா சொத்துக்களும் அந்த பொண்ணுக்கும் அந்த புறம்போக்கு பையனுக்கு எழுதி வச்சாச்சு. நான் இனி எதுக்கு வாழணும்? அப்படியா விஷயம்? ஆமாண்டா. அதுக்கு ஒரு வழி இருக்கு. எப்படி ஆனாலும் அந்த பொண்ணுக்கு பாதி சொத்து கிடைக்குமே. அது நினைக்கந்தாடா இருக்கு. എന്താ?
அந்த சோம சாரு அந்த புறம்போக்கு ஆமா ஆமா அவரு அமெரிக்காவில போய் திரும்பி வரதுக்கு முன்னாலே ஆசான் அந்த பொண்ணுனை காதல் பண்ணி கல்யாணம் செய்தா அந்த சொத்து முழுவதும் உங்களுக்கு கிடக்குமே. നടക്കണ കാര്യമല്ല പറയടാ. நடக்காம எங்க போகுது? சின்ன பொண்ணு தானே. ஆகட்டுமே. உங்களுக்கு வயசாய் போச்சா? ஏரியா 45 50. கம்மி பண்ணடா. 60 வயசானாலும் சிங்கம் தான். என்ன இது? சிங்கம் நன்னா இருக்கு. எங்க அப்பா எங்க அம்மாவை கல்யாணம் கட்டும் போது அம்மாவுக்கு 16, அப்பாவுக்கு 61. இந்த விஷயம் அம்மாவுக்கு தெரியுமா? அப்ப பரவாயில்ல, நீ விஷயத்துக்கு வாடா மாயண்டி. ஆசானே, என்ன உடம்பு, என்ன மசலி பழமாங்க போல இருக்குது. அழகு அழகு. എന്നാലും அவளை சம்மதிக்கோ? சம்மதிக்க வைப்பேன். எப்படி? அது எனக்கு விடுங்க. நம்ம மந்திரவாதி சாமி கிட்ட ஒரு தைலம் இருக்கு. அந்த தைலம் யார் மேலாவது புரட்டினா அவங்க உங்க பின்னாடி நாய் மாதிரி சுத்தி சுத்தி வந்துடும். ഇനിയിപ്പ സാമിയുടെ അടുത്ത് എങ്ങനെ പോവടാ? മണ്ണും പൊടി കൊണ്ടില്ലാന്ന് പറഞ്ഞിട്ട് ഇതേവരെ ചെന്നിട്ടില്ല, ദക്ഷിണം കൊടുത്തിട്ടില്ല. நான் வாங்கிட்டு வர்றேன், நீ தைரியமா இருங்கோ. ஆனா எனக்கு ஒரு சத்தியம் பண்ணணும். എന്നടാ? நீங்க அந்த சோஃபியா பெண்ணை கல்யாணம் செய்தா நான் தான் உங்க எஸ்டேட் மேனேஜர். சம்மதிச்சு. அப்படி சொன்னா பார்த்தாது, கையாலே அடிச்சு சத்தியம் போடணும். கையால? ஆமா. സത്യം സത്യം. മൂന്നാഴ്ച ഇനി കൊണ്ട് വേണം. போதும் போதும் போதும். ആ സോഫി പെണ്ണ് എനിക്ക് കിട്ടുവോ? அந்த சோஃபி கெட்டு நடக்கலனாலும் இந்த கெட்டிங்க சேஃப்டியா இருக்கும். ഞാൻ കോണയിൽ കൊച്ചാപ്പി, നിങ്ങളുടെ പ്രിയങ്കരനായ പഞ്ചായത്ത് പ്രസിഡന്റ് കാഞ്ഞിരപ്പള്ളി പാപ്പച്ചന്റെ ക്ഷണപ്രകാരമാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇല്ല നാട്ടുകാരെ, നമ്മുടെ സുഹൃത്തും, നമ്മുടെ എന്ന് പറഞ്ഞാൽ എന്റെ അല്ല, കാഞ്ഞിരപ്പള്ളി പാപ്പച്ചന്റെ ഉറ്റ സുഹൃത്തായ ശ്രീ മോഹൻലാൽ ഉടനെ തന്നെ ഇവിടെ എത്തുന്നതാണ്. നിങ്ങളിൽ പലരും മോഹൻലാൽ വരുമോ ഇല്ലയോ എന്ന് സംശയിക്കുന്നുണ്ടാവും. പക്ഷേ മോഹൻലാൽ വരും. വരില്ലേ? വരും. കാരണം മോഹൻലാൽ നമ്മുടെ കോട്ടയം കുഞ്ഞച്ചന്റെ ഉറ്റ സുഹൃത്താണെന്ന് മാത്രമല്ല, ഇപ്പോൾ മോഹൻലാൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് ജോഷിയാണ്. നമ്മുടെ കുഞ്ഞച്ചൻ പല മാന്യന്മാരും സമുദായ സ്നേഹികളും മഹാത്മാഗാന്ധി മുതൽ AK ഗോപാലൻ വരെ ജയിലിൽ കിടന്നിട്ടുള്ളവരാണ്. അതുപോലെ രാഷ്ട്രീയപരമായ ചില കാരണങ്ങളാൽ നാഗാലാൻഡിന്റെയും മധ്യപ്രദേശിന്റെയും ചില രാഷ്ട്രീയ പ്രശ്നങ്ങളെ സംബന്ധിച്ച് കോഫെ പോസെ പ്രകാരം നമ്മുടെ കുഞ്ഞച്ചൻ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കിടന്നപ്പോഴാണ് ശ്രീ ജോഷി ന്യൂഡൽഹി എന്ന സിനിമ അവിടെ ഷൂട്ട് ചെയ്തത്. അക്കാലം മുതലുള്ള അവരുടെ ഗാഢവും സുദൃഢവും അഗാധവും ദീർഘവുമായ ബന്ധത്തിന്റെ പുറത്താണ് ജോഷി മോഹൻലാലിനെ വിട്ടുകൊടുക്കാമെന്ന് സമ്മതിച്ചത്. ഇനി അഥവാ ജോഷി വിട്ടുകൊടുത്തില്ലെങ്കിൽ തന്നെ കുഞ്ഞുസി ചേട്ടൻ ഒരു വാക്ക് പറഞ്ഞാൽ എനിക്ക് പോരാതിരിക്കാൻ പറ്റും ചേട്ടാ എന്നാണ് മോഹൻലാൽ ചോദിച്ചത്. മോഹൻലാൽ വന്നാൽ ഉടനെ നാട മുറിച്ച ഉദ്ഘാടനത്തിന് ശേഷം രാജാവിന്റെ മകൻ, ചിത്രം, 20-ാം നൂറ്റാണ്ട് എന്നീ ചിത്രങ്ങളിലെ ചില ഭാഗങ്ങൾ നിങ്ങളെ അഭിനയിച്ചു കാണിക്കുന്നതിനോടൊപ്പം മോഹൻലാൽ ഇറങ്ങട്ടെ. ഉറങ്ങായിരിക്കും. അദ്ദേഹത്തിന് ഇറങ്ങാൻ പ്രയാസമുള്ളത് കൊണ്ടാണ് ഇറങ്ങാത്തത്. ദയവേത് നിങ്ങളെല്ലാം ഒന്ന് മാറി നിൽക്കണം. ഇറങ്ങാനുള്ള സൗകര്യം ഒന്നങ്ങോട്ട് മാറാം. അതെ, ജനങ്ങൾ മാറി നിന്നു. ഇനി മോഹൻലാലിന് ഇറങ്ങാം. ഇനി മോഹൻലാലിന് ഇറങ്ങാം. ചതി ചതി ചതി. ആര്? സംവിധാനം ജോഷിയല്ല ചതിച്ചാച്ചാനെ. കുടിച്ച വെള്ളത്തിൽ പോലും സിനിമാക്കാരെ വിശ്വസിക്കരുന്ന് എന്റെ ആചാരം എന്നോട് പറയുമായിരുന്നു. ആചാനെ, തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ വെച്ച് ജയിൽ പുള്ളികളുടെ നടുവിൽ വെച്ച് ഷൂട്ട് ചെയ്യാൻ കഴിയാതെ വേർത്ത് കുളിച്ചു നിന്ന ജോഷിയെ ഞാനാണ് മനസ്സിന് ധൈര്യം കൊടുത്ത് എല്ലായിടത്തും കൊണ്ടുനടന്ന് കാണിച്ച് ഷൂട്ട് ചെയ്തത്. ആ ജോഷിയാണ് ആചാരം എന്നോട് ചെയ്തത്. ആചാരനെ തയ്ക്കോ? അത് ഞാൻ ചോദിച്ചോളാം. നാട്ടുകാരെ മുമ്പിൽ മോഹൻലാലിനെ കൊണ്ടുവരാൻ വെച്ചിട്ട് കോട്ടയം കുഞ്ഞച്ചൻ നാട്ടുകാരെ പറ്റിക്കുകയല്ല. അതിന് ജോഷിയല്ല ആര് വിചാരിച്ചാലും നടക്കുകയില്ല. മോഹൻലാലിന് പകരം ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന ആരാണെന്ന് അറിയണ്ടേ? അമിതാഭ് ബച്ചൻ, അല്ലെങ്കിൽ രജനികാന്ത്, കമലഹാസൻ, ശങ്കരാടി ആയിരിക്കും, ചിലപ്പോ തിക്കുറിശിയായിരിക്കും. എല്ലാരും ഒന്ന് കൈയടിക്ക് പറയാം. മലയാള സിനിമയുടെ അഭിമാന ഭാജനവും കോളേജ് കുമാരികളുടെ സ്വപ്നകാമുകനും മലയാള ചലച്ചിത്രവേദി ഇന്നോളം കണ്ടിട്ടില്ലാത്ത അതിശക്തനായ നടനും തിരക്കഥാകൃത്തും
സർവോപരി ഒരു കോളേജ് പ്രൊഫസറുമായ ശ്രീമാൻ പാറ്റാക്കുളം വാസു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മോഹൻലാലിനെക്കാളും രജനീകാന്തിനെക്കാളും അമിതാഭ് ബച്ചൻ ചേട്ടനെക്കാളും ഒക്കെ തേക്കുള്ളവനാണ് ഞാനെന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ എന്റെ തിരക്കിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോ ഞാൻ ഇന്നലെ PG വിശ്വംഭരന്റെ സെറ്റിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഐഡന്റിറ്റി വന്നു പറഞ്ഞു. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവണതിന് മറ്റു അടങ്ങങ്ങൾ നടത്തേക്കാം. വന്ന കത്തിലോട്ട് കത്തിലോട്ട്. വലിയ കത്രയും ചേർത്തെ. വാൾവീശി ചേർന്ന് മാറി ഇടപുറം കൊണ്ട് ചാടി വീണ് വലപ്പുറം കൊണ്ട് ചാടി വെട്ടി കേറി അടിവാളിന് വീശി പണ്ടാരടങ്ങാൻ ഉയരം പൊങ്ങി മാറി സർപ്പനിലയിൽ വാൾവീശി ഗജമുഖം കൊണ്ടെടുത്ത് ഗുരുക്കളെ ഇതാ ചിക്കൻ ഫ്രൈ. ചാടി വെട്ടി. എടാ തീറ്റ കാണുമ്പോ അഭ്യാസം മറക്കരുത്. തുടരട്ടെ. അയ്യോ വിശന്നിട്ട് വയ്യ. പിന്നെ വിശപ്പ്. അവരും കഴിച്ചോട്ടെ ഗുരുക്കളെ. ഏയ് പാടില്ല, ഇനിയും തെളിയാനുണ്ട്. നെയ് കണ്ണാകണം. ഇടത് വെട്ടി വലത് വെട്ടി ഇടം നോക്കി പൂഴിക്കടകൻ. ഇന്നാ പിടിച്ചോ. ഇത് ഏതടവാണ് ആശാനെ? ഇതാരാ കോഴിക്കടകൻ? പൊരിച്ച കോഴിലാട്ടാ ചെറ്റ പൂഴിക്കടകൻ കളിക്കുന്നത്. ഒഴിഞ്ഞു മാറി കടകം മറിഞ്ഞ് മറിഞ്ഞു വെട്ടി ഇരുന്ന് വെട്ടി. ഇരുന്ന് വെട്ടി കിടന്ന് വെട്ടി 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 വിഴുങ്ങിയിരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? വന്നപ്പോ ഞാഞ്ഞൂല് പോലെ ഇരുന്നതാ, ഇപ്പൊ ശീമപ്പന്നി പോലെ കൊഴുത്തു. കളരി മാത്രം കൊഴുത്തില്ല. അതെന്താ മോലാളി അങ്ങനെ പറയുന്നത്? ഞാനും എന്റെ ശിഷ്യഗണങ്ങൾ കൂടിയല്ലേ വടംവലിയിൽ വിജയം കൊയ്ത് ഉത്സവം മാടശ്ശേരിക്ക് നേടി തന്നത്. ഞാൻ ആ പഴക്കൊലയെ കൊണ്ട് വന്നില്ലായിരുന്നേ കാണായിരുന്നു. വെട്ട് വെട്ട് തേനക്കെട്ടുണ്ടാകാതെ നോക്കണം. ഉത്സവം അടുക്കാറായി, പോയി വെട്ടടോ. വെട്ടടാ വെട്ട്. എന്താടാ സലാം വെക്കടാ? പഴയ ഗംഗാധരനല്ല, ബന്ധുക്കാരനാ. സലാം സാബ്. മുതലാളി 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 മാറി നിൽക്കടാ, പൊതി തുടരുത്. മുതലാളി അകത്തേക്ക് കയറല്ലേ, പുറത്തേക്ക് വെക്കൂ. എടാ അകത്തേക്ക് വെച്ച കാല് ഗംഗാധരൻ പുറത്തേക്ക് എടുക്കൂല. പിന്നെ പുറത്തേക്ക് വെക്കാൻ കാലുണ്ടാവില്ല. മാറി നിൽക്കടാ. ഞാൻ എന്റെ ബന്ധുക്കാരെയും മോനെയും കാണാൻ പോയി. മോനാ തെറ്റിപ്പോയി തെറ്റിപ്പോയി. അനന്തരവൻ അനന്തരവൻ. അത് ഇന്നലെ വരെ. ഇന്ന് ഞാൻ അവനെ ദത്തെടുത്ത് സ്വന്തം മോനാക്കും. ആരുടെ കയ്യിൽ നിന്ന് ദത്തെടുക്കും? അവന്റെ അമ്മാവനായ എന്റെ കയ്യിൽ നിന്ന് ഞാൻ തന്നെ ദത്തെടുത്ത് അവന്റെ അച്ഛനാവും. എന്റെ ഈശ്വര മുതലാളി, ഞാൻ പറയണമെന്ന് കേൾക്ക്. ഇപ്പൊ അകത്തേക്ക് പോകും. പറയാൻ നീ ആരടാ? അവൻ മിണ്ടി. ആര് മിണ്ടി? ഗൂർക്കേ? അച്ഛനാ? ഇവിടെ ഒരു ഗൂർക്കയെ കയറി അച്ഛാന്ന് വിളിക്കാൻ നാണമുണ്ടോ തെണ്ടി? മാറാ മുമ്പിന്ന്. എന്തൊക്കെയാണ് ഈ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് അറിയാമോ? അച്ചപ്പം, കുഴലപ്പം, ഇടിയപ്പം ഇല്ലേ? കൊണ്ടുവരാം. വേണ്ട, തന്നുവിടാം. താങ്ക്സ്. അതിനു മുമ്പ് അവനെ കാണണ്ടേ? അനന്തരവനെ. മോനെ എന്താടാ, സുഖം തന്നെയല്ലേ? ഇവൻ നിന്റെ ആരാധന പറഞ്ഞേ? അവൻ അങ്ങനെ പറഞ്ഞ മനസ്സിലാവില്ല. ആംഗ്യ ഭാഷ കാണിക്കണം. ഞാൻ കാണിച്ച മോനെ അമ്മാവൻ. അം 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 മാവു മാവു മാവു. വൻ വൻ അമ്മാവൻ. മനസ്സിലായില്ലേ? മനസ്സിലായി, അമ്മാവൻ എന്നല്ലേ? അമ്മാവന് സുഖമാണോ? അവൻ സംസാരിച്ചു സാബ്. അവൻ ആദ്യമായിട്ട് സംസാരിച്ചു സാബ്. എന്റെ അനന്തരവൻ സംസാരിച്ചു. ഞാൻ ആദ്യമായിട്ട് ഒന്നുകൂടി സംസാരിച്ചേ. ആദ്യമായിട്ടല്ല, ഞാൻ പണ്ട് മുതലേ സംസാരിക്കും. എനിക്ക് ചെവിയും കേൾക്കാം. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. നീ ഊമയാണ് സാബ്. അമ്മച്ചിയാണ് ഇവന് ഊമയാണ്. ഇവൻ ബദറിനാണ്, മൂങ്ങനാണ്. നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഇവൻ സംസാരിക്കുന്ന പോലെ ആക്ട് ചെയ്യണം സാബ്. എടാ ആക്ട് ചെയ്യണം. സത്യം പറയണോ, നീ ഊമയല്ലേ? അല്ല, സത്യമല്ലേ ഇവർക്കറിയാം. മുതലാളിക്ക് എന്നെ കടലിൽ നിന്ന് കിട്ടിയതെന്ന് ഞാൻ ഇവരോട് പറഞ്ഞു.
എന്താ ഒരു എല്ലുടിയാണ് ഒച്ച കേട്ടത്? എല്ലാം ഒടിഞ്ഞിട്ടില്ലടാ, ഒടിയാൻ പോണേ ഉള്ളൂ. ഇനി സിക്കന്ദർ തീരുമാനിക്കട്ടെ ഇവൻ എന്താ ചെയ്യേണ്ടത്. ദേവൻ, എന്നെ ഒന്നും ചെയ്യരുത്. ഇവൻ സംസാരിക്കാൻ കഴിയുന്ന ഊമയാണെന്ന് എനിക്ക് സത്യമായിട്ടും അറിയില്ലായിരുന്നു. ഇവൻ എങ്ങനാ തന്റെ അനന്തരവനായത്? അതിപ്പോ എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണല്ലോ. അതിലേതെങ്കിലും ഒരു സഹോദരിയുടെ മകനായിരിക്കുമല്ലോ ഇവൻ. ആ വകയില് ഇവൻ എന്റെ അനന്തരവനാകൂലേ? ഇന്ത്യയിൽ എങ്ങനെയാണ്, പഞ്ചാബിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഏതായാലും നീയാണ് ഇവനെ ഞങ്ങൾക്ക് തന്നത്. അതുകൊണ്ട് നീ വാങ്ങിയ പണം ഇനി തിരിച്ചു തരണ്ട. അപ്പൊ പലിശ? അതും വേണ്ട. ഇന്ന് ആ പന്നിയുടെ അന്ത്യ. ഇതുകൊണ്ട് വെടിവെച്ച ആ പന്നി ചാവുമല്ലപ്പ. എടാ, ഇതുകൊണ്ട് വെടിവെച്ച പിന്നെ പന്നിയുടെ അഡ്രസ് പോലും ഉണ്ടാകില്ല. അത് മതി. പന്നിയെ കിട്ടിയാൽ നമ്മൾ രാത്രി തന്നെ ചണ്ടിച്ചായന്റെ അടുത്തെത്തുന്നു, സപ്പറാക്കുന്നു, ചാപ്പിടുന്നു. ശബ്ദം കേട്ട പന്നി വരികയില്ല. അത് പന്നി തന്നെയാ. ഒരു മനുഷ്യന്റെ കരച്ചിൽ പോലെയാ തോന്നി. മനുഷ്യനല്ല, ഏതായാലും കൊണ്ടെന്ന് ഉറപ്പാ. ചിലപ്പോ നോക്കടാ, കൊണ്ടെന്ന് എനിക്ക് ഉറപ്പാ. മനുഷ്യന്റെ പന്നിയുടെ കരച്ചിലേട്ടാ എനിക്കറിയാം. ഇത് പന്നി തന്നെയാ. അയ്യോ അമ്മ, അമ്മ, അയ്യോ മാമ, അയ്യോ ഞാൻ വാളം പിടുക്കുമ്പോது அவங்க வெடி வச்சாச்சு. ஒரே ரத்தம் மாமா. அவங்க காப்பாத்துக்க, அவங்க பின்னாடி வந்துட்டே இருக்கு. பின்னாடி வந்துட்டு இருக்கா? ஆமா. அப்ப நீங்க நிக்காது. ஐயோ எனக்கும் ஆபத்து. எனக்கு முடி கிடைச்சிடும். நீ எங்கேயாவது போ. போடா, காப்பாத்துக்க மாமா. போ. അച്ഛൻ ആർക്ക് വേണ്ടിയാ കളിക്കുന്നേ? അശോകന് വേണ്ടി. അവൻ ചെസ് ബോർഡിന്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ ഉറക്കം തൂങ്ങത്തില്ല. ഞാൻ ഉറങ്ങായിരുന്നില്ലടാ, ആലോചിക്കായിരുന്നു. എന്നാ തൈപ്പറമ്പുകാർക്ക് വേണ്ടി ഞാൻ ആനയെ ഇവിടെ വെച്ചു ചെക്ക്. എന്ന അരിശുമൂട്ടുകാർക്ക് വേണ്ടി ഞാൻ കുതിരയെ ഇങ്ങോട്ട് ചാടിച്ചു. അച്ഛൻ ചരിഞ്ഞു. ആന ചരിഞ്ഞു. എന്തായി എന്തായി എന്തായി? വസു, അശോകനെ ഇടവും വലവും അനങ്ങാൻ വയ്യാത്ത രീതി തളച്ചിട്ടിരിക്കുക എന്റെ മോൻ. അങ്ങനെ തന്നെ വേണം. സ്വന്തം അനിയത്തിയുടെ മുമ്പിൽ അമ്മ തോൽക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ത്യാഗമൊക്കെ ചെയ്യുന്നത്. SSLC പരീക്ഷയ്ക്ക് പോലും ഞാൻ ഇത്ര ഉറക്കമുളച്ച് പഠിച്ചിട്ടില്ല. അത് പിന്നെ അമ്മയ്ക്ക് അറിയില്ലേ മോനെ? മോൻ ഇതങ്ങോട്ട് വലിച്ചു കുടിച്ചേ ക്ഷീണം മാറട്ടാ. എനിക്കില്ലേ വസു? അശോകൻ കുടിക്കണ്ട. അശോകന് ക്ഷീണമാകാം. അവശതയോടെ കളിച്ചാ മതി. കലങ്ങിയില്ല. നല്ലോണം കലക്കി ഒരു ഗ്ലാസ് കൂടെ തരട്ടെ മോനെ? ഇപ്പൊ വേണ്ട, രണ്ടിലും നിറഞ്ഞിട്ട് മതി. കളി. എവിടേക്ക് രാത്രിയിൽ വേളാങ്കണ്ണിക്ക് ടൂർ പോവാ? ശ്രീപീഠത്തിന് പുറത്താക്കല്ലേ? നീ അവിടെ കിടന്ന് പീഡിപ്പിക്കും. നാണക്കേട്. മുത്തച്ഛന്റെ മുമ്പിൽ ഞാൻ അങ്ങോട്ട് ചൂളിപ്പോയി. അതിനിപ്പോ നമ്മൾ എന്നായത്? നമ്മളല്ല, നീ ഒറ്റൊരുത്തനെ ഓവറാക്കി ചളമാക്കിയത്. രാത്രി കാലത്ത് പെമ്പിള്ളേരെ മുറിയിൽ നുഴഞ്ഞു കയറി നാണക്കേട്. എടാ, ഒരറ്റംപ്റ്റ് ചീറ്റിന്ന് വിചാരിച്ച് നീ ഇങ്ങനെ നിരാശപ്പെടാതെ. നിരാശയല്ലടാ, നിന്നെ പോലത്തെ ഒരു മരമണ്ടന്റെ കൂടെ ഇങ്ങനെ ഒരു മണ്ടത്തരത്തിന് ഇറങ്ങി തിരിച്ചല്ലോ ഓർത്ത് ചെയ്തു പോയത്. ഓ, എന്നാ പിന്നെ ഇയാൾ ഒറ്റയ്ക്ക് പോയി ശ്രമിക്കും. ഞാൻ ശ്രമിക്കുകയോ ശ്രമിക്കാതിരിക്കുകയോ ചെയ്യും. അതിനെനിക്ക് നിന്റെ സഹായം ആവശ്യമില്ല. ഓ, എനിക്ക് വലിയ അസുഖമല്ലേ? നിന്റെ മറ്റവളെ കണ്ടെത്താഞ്ഞിട്ട് പോടാ.
നീ പോടാ തെണ്ടി, നീ പോടാ പരമതെണ്ടി. അതെ, നിങ്ങൾ ഇങ്ങനെ കൂടെ കൂടെ തെണ്ടിന്ന് വിളിച്ച് പറയേണ്ട കാര്യമില്ല. എനിക്ക് മനസ്സിലായി നിങ്ങൾ ആരെ തെണ്ടിന്ന്. നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടാണെങ്കിലേ പുറത്തു പോ. അവിടെ നല്ല നിലാവാ, അവിടെ പോയി ബഹളം വെക്കി. മനുഷ്യൻ റെസ്റ്റ് ചെയ്യുമ്പോഴാ, അല്ലെങ്കിൽ ടയേർഡാ. നീ പോടാ ഓപ്പേ. നീ ആരാ ചോദിക്കാൻ? ഞങ്ങൾ എന്ത് ചെയ്യും? നീ വേണേ പുറത്തു വെക്കുന്നോ? ഇപ്പൊ എല്ലാം കൂടി എന്നെ അറിയായോ? അല്ല, പ്രായപൂർത്തിയായ പെണ്ണുങ്ങളുള്ള സ്ഥലത്ത് പോയി രണ്ടുപേരും കൂടി പോയി എന്താ ഡിവോൾഫിയേഷൻ ഒപ്പിച്ചു വന്നിരിക്കാ പാഞ്ഞ വിശ്വാമിത്രമാര്. അടിയുടെ കാര്യം പറഞ്ഞപ്പോഴല്ലേ? അയ്യോ മണി മണി, ടെലിഫോൺ മണി അടിക്കണേ. അയ്യോ മുത്തച്ഛൻ മുത്തച്ഛൻ. കാക്കിച്ചേട്ടാ, അകത്തുണ്ടോ? മുതലാളി അകത്തുണ്ട്. മുതലാളിയല്ല, നായ അകത്തുണ്ടോന്ന്. ഉണ്ടല്ലോ. കക്ഷി എന്ത് ചെയ്യുന്നു? ഉറക്കവാ. നല്ല ഉറക്കമാണോ? ഊർക്കം വലിച്ചുറക്കവാ. അയ്യോ, ഇന്നലത്തെ നൈറ്റ് ഡ്യൂട്ടിയുടെ ക്ഷീണം കൊണ്ടായിരിക്കും. നിക്ക് നിങ്ങളെ പോലുള്ളവർക്കുള്ള ഷെയർ മുതലാളി എന്റെ കയ്യിൽ തന്നിട്ടുണ്ട്. ഞാൻ പിച്ചക്കാരനല്ല, എന്നെ കണ്ടാൽ അങ്ങനെ തോന്നുമെങ്കിലും ഇവിടുന്ന് ഒരു എഴുത്ത് കിട്ടിയിട്ട് ഞാൻ വന്നതാണ്. സോറി, കണ്ടപ്പോ ഒരു തെണ്ടിയെ പോലെ തോന്നി, അതുകൊണ്ടാ. മുതലാളി അകത്തുണ്ട്, ചെന്നാട്ടെ. നില്ല്, വെളുപ്പം രാവിലെ എന്റെ നേർക്ക് നീട്ടിയ നാണയമില്ലയോ? അതെന്റെ തന്നെ ഇരുന്നോട്ടെ. നീ എന്നെ വാലടച്ചേരെ. നമസ്കാരം. എന്തിനാണോ ഇവരൊക്കെ അകത്തോട്ട് പറഞ്ഞു വിടുന്നേ? അവിടുന്ന് എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു വിട്ടുകൂടെ? എന്നെ പിച്ചക്കാരനാക്കല്ലേ പിള്ളേണ്ണ. അയ്യോ, കുട്ടികളെ നോക്കാൻ വേണ്ടി അന്ന് ഞാൻ സാറിനോട് പറഞ്ഞില്ലേ? ഓ, പിള്ളേച്ചേട്ടന്റെ വകയല്ലോ അനിയൻ. എന്താ പേര്? കൃഷ്ണൻകുട്ടി. സ്വദേശം? തൃപ്പൂണിത്തുറ. എന്തായിരുന്നു പണി? ഉദംപൂരിൽ മിലിറ്ററി മെയിൽ നഴ്സായിരുന്നു. കുടുംബ പ്രശ്നം കാരണം പണി വിട്ട് ഇങ്ങ് നാട്ടിലേക്ക് പോന്നു. പണ്ടത്തരായിപ്പോയി. എനിക്കും ഇപ്പൊ അങ്ങനെ തോന്നുന്നു. ആ, ശമ്പളമൊക്കെ പിള്ളേച്ചേട്ടൻ തീരുമാനിച്ചോളൂ. താമസം ഇവിടെ തന്നെ ആയിക്കോട്ടെ. ഓ, ഇവിടെ. ആ, പിന്നെ സ്വല്പം വെടിപ്പും വൃത്തിയായിട്ടൊക്കെ നടക്കണം. ഈ മുടിയൊക്കെ ഒന്ന് ചീകി ഒതുക്കി വെക്കണം. അത് മാത്രം എന്നോട് പറയരുത്. അതെന്താ? മുടി ഒതുക്കാൻ തിരുവനന്തപുരത്ത് ഒരു വൈദ്യരുണ്ടാക്കിയ ഹെർബൽ ഓയിൽ വാങ്ങിച്ച് തേച്ചതാണ്. അതിനുശേഷമാണ് ഇതിങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങിയത്. ഇനി ഇത് താഴുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. ആ കാരണം പറഞ്ഞ് എന്നെ ജോലിയിൽ നിന്ന് കളയരുത്. ആ, എന്തായാലും വൃത്തിയും മെനയായിട്ടൊക്കെ നടക്കണം. ആ, പിന്നെ കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല. താനൊന്ന് ശ്രമിച്ചു നോക്ക്. ആ കാര്യത്തെ കുറിച്ച് സാറ് വിഷമിക്കണ്ട. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ഞാൻ നോക്കിക്കോളാം. പിള്ളേച്ചേട്ടാ, കുട്ടികളൊന്ന് പരിചയപ്പെടുത്തി അകത്തേക്കല്ല. ഇത് വാങ്ങിക്കേ. ഓ, ഇത് സിനിമ ടാക്കീസ് ആണോ വീടാണോ? വീട് തന്നെ. കുട്ടികൾ മുകളിലാണ്. എന്താ താഴെ സൗകര്യമില്ലേ? അവർക്ക് സൗകര്യമില്ല. വാ. മുലകുടി മാറാത്ത കുട്ടികളായിരിക്കും. 2 നിപ്പിൾസ് ഞാൻ എക്സ്ട്രാ കരുതിയിട്ടുണ്ട്. ഇതങ്ങനെ കുട്ടികളൊന്നുമല്ല, പ്രായപൂർത്തിയായവരാ. അഡൽസ് ഉള്ളിയോ? അവരെ നോക്കാൻ എന്തിനാ ആള്? പത്താണോ? വട്ടല്ല, വൈകല്യം. ഹാൻഡിക്രാഫ്റ്റ്. സാറിന്റെ ഒരു വിധി. മൂത്ത മകൻ ജന്മനാണ് ബ്ലിൻഡ്. ഇളയവന് 12 വയസ്സുള്ളപ്പോ ഒരു കാർ ആക്സിഡന്റിൽ ഭാര്യ മരിച്ചു. ഇളയവന്റെ കേവിയും പോയി. തലക്കടിയേറ്റ് ഞരമ്പേതോ മുറിഞ്ഞാണത്രേ. എത്ര കാശാ വാരിക്കോരി ചെലവാക്കിയതെന്നറിയാമോ? ചികിത്സിക്കാത്ത സ്ഥലങ്ങളില്ല, കാണാത്ത ഡോക്ടർമാരില്ല. എന്നിട്ടെന്താ? കാഴ്ചയും കേൾവിയും ഒരിക്കലും തിരിച്ചിട്ടില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതി. കഷ്ടം. സാറാണെങ്കിൽ മക്കൾക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. പുവർ ഫാദർ. എന്നാൽ അവറ്റകളോ കണ്ണു തെറ്റിയാൽ വെളിയിച്ചാടും. ബ്ലഡി ഫെലോസ്. പാവം സാർ. എന്താ ചെയ്യാ? നാട്ടുകാരുടെ പരാതി കേൾക്കാനേ നേരമുള്ളൂ. ഇനിയിപ്പൊ അവരെ നിയന്ത്രിക്കേണ്ടതും നേർവഴിക്ക് കൊണ്ടുപോകേണ്ടതും ഒക്കെ നീയാ. ഈ 2 കാര്യങ്ങളും ഞാൻ ഏറ്റു. നിയന്ത്രണവും നേർവഴിയും. ഒരാള്. നമസ്കാരം. ഉണ്ണി, ഞാനൊരു കൃഷ്ണൻകുട്ടിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ നിങ്ങളുടെ സഹായത്തിന്? ആ ആളാണിത്. ഇങ്ങനെ ചെവിക്കകത്ത് അലറിയിട്ടാണോ ഇയാൾ സഹായിക്കുന്നത്? ഓ, ഇയാളാണ്. ഏതാളാണ്? ഒന്നുമില്ല, ക്ഷമിക്കണം, തെറ്റിദ്ധരിച്ചതാണ് ഞാൻ. ഇതാണ് ബാലൻകുഞ്ഞ്. ശരി. ഒട്ടും കേട്ടൂടെ? പക്ഷേ പരിചയമുള്ളവരുടെ ചുണ്ടനക്കം കണ്ടാൽ ബാലൻകുഞ്ഞിന് ഉടനെ മനസ്സിലാവും. ഓ, ചെണ്ടക്കാരനാണല്ലേ? ഒട്ടും കേട്ടൂടാ. 2 കാര്യങ്ങൾക്കായിട്ടാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. 1, മൊത്തത്തിലുള്ള നിയന്ത്രണം. 2, നിങ്ങളെ നേർവഴിക്ക് നയിക്കുക. ഇത് 2ഉം ഞാൻ ചെയ്യും. എന്തു പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും ശരി.
முனியம்மா அந்த வேலையில அப்புறம் பண்ணலாம், நீ கொஞ்சம் உள்ளே வா. யாராவது பார்க்க போறாங்க. யார் பார்க்க போறீங்க? வா. ஐயோ பாடி. நான் கொடுத்தது சாப்பிட மாட்டியா? சாப்பிடு. மாமா 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 அயோக்கிய பயலே, புறம்போக்கு போடா, நீங்க வரக்கூடாது நான் சொல்லலையா? எனக்கு நிக்க முடியல, நடக்க முடியல. பெரிய 2 குண்டு குண்டிக்குள்ள இருக்கிறது தோணுது. நான் இப்ப சாவு மாமா. நீ சாவது தான் நல்லது. அப்படி சொல்லாதுங்க மாமா, உங்களால தானே எனக்கு இந்த கதி வந்தது. குண்டெடுக்கிறதுக்கு ஆஸ்பத்திரி போனா நம்ம ரகசியம் எல்லாம் வெளியில வந்துடும். உங்களுக்கு ஒண்ணு தெரியுமா? நேத்து ராத்திரி பூரா நான் காட்டுல ஒரு நரிபடையில படுத்தாச்சு. என்னமோ நேத்து நரி அங்க வரல, அதனால தப்பிச்சாச்சு. ஒரு பக்கம் ஒரே வலி, மறுபக்கம் ஒரே பசி. நீங்க நிக்க கூடாது, அதுக்கு பெரிய ஆபத்து. இங்க இருந்து போடா. நான் எங்க போறது மாமா? நாட்டுக்கு போடா மாமா. சரி, ஊரை விட்டு போயிடு. இனிமே என் மூஞ்சிலே முழிக்காது. கடவுளை, நான் எங்க போறது? என்ன தவிக்க விட்டுட்டு நீங்க முனியம்மா கூட சந்தோஷமா படுங்க. ക്ലാരെ, നീ പാൽ ആവശ്യത്തിന് കുടിച്ചല്ലോ അല്ലേ? മക്കളെ, നിങ്ങളെല്ലാം നന്നായി ഭക്ഷണം കഴിച്ചല്ലോ അല്ലേ? അയ്യെങ്കിൽ നമുക്ക് തുടങ്ങാം. അപ്പോ കാലത്തെ കാപ്പൂടി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഉച്ചയൂട് വരെ നമുക്ക് പ്രാക്ടീസ് ആരംഭിക്കാം. ഓക്കെ? 1 2 3 സ്റ്റാർട്ട്. അന്തോണി പാടത്താണ്. വേഗമാകട്ടെ, പൊക്കിയെടുത്ത് കേട്ട്. വലക്കൂടിലിടാനുള്ളതാ. എന്റെ കർത്താവേ, അയ്യോ. അയ്യോ, വേഗം വേഗം. ഓൾ ഫാമിലി പാക്കപ്പ്. എന്തൊരാശ്വാസം. അങ്ങനെ എല്ലാരും ആശുപത്രിയിലായി. ഇനി ഒരെണ്ണം ഇങ്ങോട്ട് കിടക്കത്തില്ല. സനജ, നീ മിടുക്കനാണ്, മണ്ടനല്ല. എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി. വൈകിട്ട് നമുക്ക് കാര്യമായിട്ടൊന്ന് ആഘോഷിക്കണോ? പിന്നെ 2 ഫുൾ ചിക്കൻ വാങ്ങിക്കൊണ്ടുവരുമോ? ഇല്ല, ഞാൻ കഴിക്കും. നീ വാങ്ങിച്ചോണ്ട് വെച്ചേക്കണം. ഏതായാലും കാര്യങ്ങളൊക്കെ നീ ഭംഗിയാക്കി തന്നിച്ച. അളിയൻ പറഞ്ഞു തന്ന 3 വിദ്യയില് 2 നിനക്ക് പ്രയോഗിക്കേണ്ടി വന്നുള്ളൂ അല്ലേ? ചവളിയും പറഞ്ഞ 3 വിദ്യ ഞാൻ പ്രയോഗിച്ചു. അതെയാ?
വയറിളക്കുന്ന വിദ്യ ചവലി ഇപ്പൊ കുടിച്ച ചായയിൽ ഞാൻ പ്രയോഗിച്ചു. അളിയാ കർത്താവേ, വന്ന് വന്ന് ആലീസേ, ഒരു ബക്കറ്റ് വെച്ച് വെള്ളം കൊടുത്തിട്ടോ. കർത്താവേ, എടേ നിന്റെ ആങ്ങളമാരോട് എന്റെ ആംബുലൻസിൽ എന്നെ ഒന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ പറ. ആലീസേ, ഒരു 3 ബക്കറ്റ് കൂടി കൊണ്ടുപോവാ. എന്ത് കർത്താവേ. മുത്തച്ഛ, പുറത്തെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അകത്തേക്ക് നീങ്ങാം. കാറ്റിൽ ഷെഡാണ്. വളരെ വിശേഷപ്പെട്ട ഇനം പശുക്കളുടെ ഒരു സംഭവം തന്നെയാണ് അതിനകത്ത്. കണ്ടുകളയാം. രവി, എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. പക്ഷെ ഒന്ന് മാത്രം സുഖിച്ചില്ല. ഈ ഫാമിന്റെ പേര്, ഈ ബേത്ലഹേമും നമ്മളുമായിട്ട് എന്താ ബന്ധം? മാത്രമല്ല, പേര് കേട്ടാൽ മേജർ ഷെയർ ഡെന്നീസിന്റേതാണെന്ന് തോന്നുകയും ചെയ്യും. അതെ മുത്തശ്ശ, ഈ പേര് മാറ്റാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളിത് ഒരു സായിപ്പിന്റെ കയ്യിൽ നിന്നാണ് വാങ്ങിയത്. സായിപ്പിന് ഈ പേരിനോട് ഭയങ്കര സെന്റിമെന്റ്സാ. അതൊക്കെ ഞാൻ പിന്നീട് ഒരിക്കൽ പറയാം. ആദ്യം നമുക്ക് പശുക്കളെ കാണാം. ഓക്കേ, വെൽക്കം. താങ്ക് യു. ശരിയായ കാമധേനു. ഇതല്ല ഏത് ബ്രീഡാ? എല്ലാം നല്ല മോസ്റ്റ് മോഡേൺ ബ്രീഡ്സാ. ഓൾ ഇമ്പോർട്ടഡ് ഫ്രം ഡെൻമാർക്ക്. എന്താ ഇതിന്റെയൊക്കെ പേര്? പേര് സ്റ്റെഫി ഗ്രാഫ്, മെർലിനോട്ടി, ശില്പ ഷെട്ടി. ഇവളുടെ ബ്രദർ അങ്ങ് ബുൾഷെട്ടിലുണ്ട്, സുനിൽ ഷെട്ടി. മാർട്ടിന നവരത്തിലോവ. ഓ, ആ പറഞ്ഞു ഒന്നിന് വരാ. അതെ, അവള് സ്പെയിൻകാരിയാ. എല്ലാത്തിനെയും മെഷീൻ വെച്ച് വേണം കറക്കാൻ. ആ ലോറൻസ് അവന്റെ മുതലാളി വരുന്നുണ്ട്. രവി സാറ് കുറെ കാശ് കൊടുക്കാനോ? ഡെന്നീസ് കാശ് കൊടുക്കാനുള്ള. ഡെന്നീസ് സാറ് കുറെ കാശ് കൊടുക്കാനുള്ള പാർട്ടിയാ. രവി സാറേ, ഇതേ മുതലാളി. രവി സാറേ, ഞാനാ മുതലാളി. അവിടെ നിന്നേ പാടോ. അത് അവൻ ഇനി വരുമെന്ന് പ്രതീക്ഷിക്കണ്ട. രാമോട്ടാ, അയല ഒന്നും ചെയ്യല്ലേ. പാവം പേടിച്ചിരിക്കുക. എടി കാർത്തിയാനി, ഇത് നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമല്ലേ? ഞാനേ ഇത് വളരെ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്തോളാം. അതുപോലെ നല്ല ഇടി കൊടുക്കണമാവാ. ഇവൻ നമ്മുടെ വരുവൻ തന്നെ. വാ, വല്ലോ കഴിക്കാം. കേരളത്തിലെ കോഴിയിറച്ചി നിന്നിട്ട് ഒരുപാട് കാലമായി. വന്നേ. നീ പോയി കിടക്ക്. അയാളുടെ സാധനങ്ങളൊക്കെ മുറിയിലുള്ളത് കൊണ്ട് എങ്ങും പോകാനിടയില്ല. കോയി ബാത്തിനായി ചോടുതോ പെട്ടി കള. അതൊരു പ്രശ്നമാക്കേണ്ട കാര്യമില്ല. സത്യം പറഞ്ഞ അമ്മാവും വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ ശ്വാസം നേരെ വീണത്. എന്തെല്ലാം ബുദ്ധിമുട്ടുകളായിരുന്നു ഇവിടെ. ഭക്ഷണം എടുത്തു വെക്ക്. അമ്മാവാ, പണിക്കിന് വരുന്നുണ്ട്. ഞാൻ എന്നെ പരിചയപ്പെടുത്തുന്ന മുമ്പ് നിങ്ങൾ കടന്നു കളഞ്ഞത്? എനിക്ക് ജനറൽ ഓഫീസിൽ ഒരു ബില്ല് മാറി കിട്ടാനുണ്ടായിരുന്നു. ഓഹോ, ആത്മപ്രശംസ എനിക്കിഷ്ടമല്ല. എങ്കിലും ചില സത്യങ്ങൾ പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ ഞാൻ തിഹാർ ജയിലിലായിരുന്നു. ജയിലിലാണോ ജോലി? അല്ല, ജോലിയല്ല, ഒരു കൊലക്കേസിൽപ്പെട്ടവിടെ കിടക്കായിരുന്നു. കുത്തും കൊലയും ഒക്കെ എന്റെ ബോംബെ ജീവിതത്തിലെ നിത്യ സംഭവങ്ങളാണ്. എത്രയോ പേരെ ഞാൻ കുത്തിയിട്ടുണ്ട്. എത്രയോ വർഷം ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട്. ബോംബെയിലെ അധോലോകം ദാമോദർജി എന്ന് കേട്ട ഞെട്ടി വിറയ്ക്കും. ആരാണ് അയാൾ? ഞാനാണ് അയാൾ. ശിവസേനക്കാരെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഏത് കൊലകൊമ്പനായ ശിവസേനക്കാരനായാലും ഒരാളുടെ മുമ്പിൽ മാത്രമേ അവിടെ മുണ്ടിന്റെ മടയിൽ കുത്തയച്ചിടാറുള്ളൂ. ആ ആളാണ് ഈ ദാമോദർജി. ബോംബെക്കാരൊക്കെ മുണ്ടും മടക്കി കുത്തിയാണ് നടക്കുന്നത്. അല്ല, ഈ മുണ്ടെന്ന് പറഞ്ഞാലേ ധോത്തി, പാളത്താറ്. ആത്മപ്രശംസ എനിക്ക് തീരെ ഇഷ്ടമല്ല. എങ്കിലും ഒരു സത്യം കൂടെ ഞാൻ പറയാം. വിശ്വവിഖ്യാതനായ ചാൾ ശോഭരാജനെ പണിക്കറിയോ? കേട്ടിട്ടുണ്ട്. എന്റെ ആത്മസുഹൃത്താണ്. എനിക്ക് ഇത്ര വല്ല പാരമ്പര്യമൊന്നുമില്ല. പക്ഷെ വേണ്ടി വന്നാൽ ഒരാളെ കൊല്ലാൻ എനിക്ക് മടിയുമില്ല. സാബാഷ്. അച്ഛാ അച്ഛാ, ശക്തരായ പ്രതിയോഗികളാണ് എനിക്കിഷ്ടം. പക്ഷെ പണിക്കർ,
ആ ക്ലോക്കിലേക്ക് നോക്കൂ. ഇപ്പോ 11 മണിയായി. നിങ്ങൾക്ക് ഞാൻ 1 മണിക്കൂർ സമയം കൂടെ തരുന്നു. സിർഫ് 1 ഘണ്ട. ആ സമയം നിങ്ങളുടെ സാധനങ്ങൾ പാക്ക് ചെയ്യാനുള്ള സമയമാണ്. സമജാ? ഇവിടെ ഒരു ചോരക്കളം സൃഷ്ടിക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് പറയാണ്. കൃത്യം 12 അടിക്കുമ്പോൾ പണിക്കര് പുറത്തിറങ്ങിയിരിക്കണം. യാദ് രഖന, കൃത്യം 12 മണി. ठीक 12 बजे. नहीं तो मैं तुम्हें जिंदा नहीं छोड़ूंगा. समझा? जा. ഈ ഭൂതത്തെ താൻ ഇപ്പൊ പേടിച്ചാൽ ഈ ജന്മത്ത് തനിക്ക് അവരെ വീട്ടിൽ നിന്ന് ഇറക്കാൻ ഒക്കില്ല. ദാമോട്ടാ, കുഴപ്പമൊന്നും വേണ്ട ദാമോട്ടാ. चुप रहो बहन. मैंने बहुत देख चुका हूं. പെട്ടെന്നുള്ള ദേഷ്യത്തിന് അമ്മാവൻ എന്തെങ്കിലും ചെയ്തു കളയരുത്. ആ, നീ നിന്റെ അമ്മ പോലെ തുടങ്ങിയോ? ബോംബെയിലെ അധോലോക രാജാവാണ് ഞാൻ. തീരുമാനം ആയോ? ആയി. എന്താണ് ആ തീരുമാനം? ഗോപാലകൃഷ്ണ പണിക്കർ എന്ന ഹൗസ് ഓണർ അയാളുടെ വീട്ടിൽ തന്നെ താമസിക്കും എന്നാണ് ആ തീരുമാനം. ഏത് വീട്ടിൽ? ഈ വീട്ടിൽ, എന്റെ ഈ വീട്ടിൽ, അഹങ്കാരികളായ ഈ വാടകക്കാർ താമസിക്കുന്ന ഈ വീട്ടിൽ, RT ഓഫീസിലെ ക്ലർക്കായിരുന്ന എന്റെ അച്ഛൻ എന്റെ പേരിൽ എഴുതി വെച്ച ഈ വീട്ടിൽ. ശാബാഷ് ബേട്ടാ. ധീരന്മാരെ അഭിനന്ദിക്കാൻ ഈ ദാമോദരജിക്ക് എന്ന് സന്തോഷമുള്ളൂ. ആജായേ സർക്കാർ. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒരു ആൺകുട്ടിയെ കണ്ടു. മുഖസ്തുതി എനിക്കിഷ്ടമല്ല. ദേഖോ, മിസ്റ്റർ പണിക്കരെ ഞാൻ ബോംബെയിലെ അധോലോകത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അവിടെ ഒരു ദാദയാകാം. ദാദോങ്കെ ദാദാ, വല്ലഭനൊക്കെ വല്ലഭൻ, ദാദോങ്കെ ബീച്ച് മേ ഏക്ക് ബഡാ ദാദാ. മറ്റൊരു സത്യം കൂടി വെളിപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ഈ ധൈര്യം? സാഹചര്യങ്ങൾ. ഇത്ര ആ സ്ഥിതിക്ക് ദാമോദരജി എന്നെ ഇവരെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടു തരണം. ജറൂർ ജറൂർ. എത്രയും പെട്ടെന്ന് ഇവരെ ഒഴിപ്പിക്കാം. ഇനി നമ്മൾ ദോസ്തുക്കൾ സോജാവോ. കൽ സുബഹ 6 ബജെ മിലെംഗെ. കാലത്ത് 6 മണിക്ക് കാണാം. ആരാം കരോ, ആരാം കരോ. എന്താണ് അമ്മാവ ഇതൊക്കെ? ഞങ്ങളെ ഒഴിപ്പിക്കാനാണോ അമ്മാവൻ ബോംബെ ഇവിടം വരെ വന്നത്? കുട്ടി, ദാമോദരൻ എന്ന അമ്മാവനെ പറ്റി മാത്രമേ കുട്ടിക്ക് അറിയൂ.
ബോംബെ ശിവസേനക്കാരെ കിരീടാവർപ്പിക്കുന്ന അധോലോക ദാമോദർജിയെ കുട്ടിക്ക് അറിയില്ല. ഞാൻ അറിയിക്കാം. നാളത്തെ പ്രഭാതം അതിനുള്ളതാണ്. പോയി കിടന്നുറങ്ങ്. ആരാം കരോ, ആരാം കരോ. രണ്ടു കുളം പൊട്ട ഒന്നിത്തണ്ണിയുമില്ലേ, കുളത്തിലെ മണ്ണെടുക്കാൻ 3 പേർ, 2 പേർ മുണ്ടി ഒരുത്തനെ കാണുന്നില്ലേ. ഈ തറവാടിന്റെ മാനം കാത്തരാ മോനെ. നീ എന്റെ മാനം കാത്തരാ മോനെ. ദേ ഈ ഇരിക്കുന്ന ഇരിപ്പിൽ അങ്ങ് തട്ടിപ്പോയാലും എനിക്ക് സങ്കടമില്ല. ഐ ആം ദ ഹാപ്പിയസ്റ്റ് മാൻ ഇൻ ദ ഹോൾ വേൾഡ്. ഇതുപോലെ ഭാഗ്യം ചെയ്ത ഒരു തന്ത വേറെ എവിടെ ഉണ്ടോ കൈമളെ? ഇതുപോലെ ഡീസന്റ് ആയിട്ടുള്ളൊരു മരുമോൻ വേറെ കൈമള. കൈമള അങ്ങ് അടിച്ചതിന്റെ ഇത് കണ്ടോ, ഇത് കണ്ടോ. നല്ല തലയിലാണോ വിഷ്ണു എനിക്ക് തലേ മുഖം ഒരുപോലെ. എനിക്ക് ഒരു സംശയം ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ഇത് ജനിച്ചപ്പോഴേ ഇങ്ങനായിരുന്നോ? ഊച്ചാളിയാ ഞാൻ. ഒഴിക്കട്ടോ ഒഴിക്കട്ടോ. I want to talk to him. I want to talk to you. കാര്യങ്ങൾ ഇത്രയൊക്കെ സ്ഥിതിക്ക് ആ ഒരു സത്യം തുറന്നു പറയാൻ പോവാ. കൈവളങ്ങൾ എന്നോടൊന്നും പറയും. എന്ത് സത്യം? എല്ലാം. ഇത്രയും നല്ലവനായ ഒരു പരിശുദ്ധാത്മാവിനോട് സത്യം തുറന്നു പറഞ്ഞില്ലെങ്കിൽ അത് വഞ്ചനയല്ലേ അങ്കിൾ? ഞാൻ അറിയാത്ത എന്ത് കാര്യമാ ഇവിടെ? എന്താ കൈമളെ? അതായത് ഇവനിങ്ങനെയാ കണ്ടാ കണക്ക്. 3 എണ്ണം ചെന്നാ പിന്നെ കരച്ചിലായി പിടിച്ചിലായി. അയ്യോ ഞാൻ പൂസല്ല, എനിക്ക് സത്യം തുറന്നു പറയണോ. സത്യം സത്യം എന്ന് പറഞ്ഞാ പ്രപഞ്ച സത്യം, ജീവിതമാകുന്ന വിദ്യ. തലയ്ക്ക് പിടിക്കുമ്പോ ഫിലോസഫി വരും. അതാ പിന്നെ നേരം വെളുക്കുന്ന വള 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 നിങ്ങൾ പറഞ്ഞോണ്ടിരിക്കും. അപ്പോഴേ ഞാൻ പറഞ്ഞാ വേണ്ട. എന്നെ വാടക എടുത്തിരിക്കുക. ലോകമാകുന്ന വാടക വീട്ടിലെ വാടകക്കാരല്ലേ വിഷ്ണു നമ്മളൊക്കെ? അല്ലാതെ അതല്ല, എനിക്ക് ദിവസക്കൂലിയാ. അവനവൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ കൂലി അവനവന് തന്നെ അന്നു കിട്ടിക്കൊണ്ടിരിക്കും. അയ്യോ അല്ല, ഞാൻ ഇവിടുത്തെ ആരും അല്ല. ആരും ഇവിടുത്തെ ആരും അല്ല വിഷ്ണു. എന്നെ ഇയാള് പാലത്തില്ല അവിടെ. ആ പെണ്ണും പിള്ളി അവിടെ ഇരിപ്പുണ്ട്. ഡീസന്റ് ആയിരിക്കണം കേട്ടോ. ഇനിയും ഡീസന്റാ. ഞാൻ അവരോട് സത്യം തുറന്നു പറയട്ടെ. പറഞ്ഞ അടിച്ചതിന്റെ ആ മുറി പോയി കിടന്ന് സമാധാനം ചൊറിഞ്ഞു. ഞാൻ ഇവിടെ സത്യം. അടി. ഗുഡ് നൈറ്റ്. യു ആർ ലുക്കിംഗ് ബ്യൂട്ടിഫുൾ. നിങ്ങൾ സുമുഖയാണ്, സുന്ദരിയാണ്, സുഭാഷിണിയാണ്, സുഭദ്രയാണ്. ഹലോ, എവിടെ പോണ്? ഹലോ, എന്താണ് ഉറക്കമൊന്നും ഇല്ലേ? ആരാ? ഞാൻ മനോഹരൻ മംഗളോദയം. നിങ്ങളുടെ അയൽവാസിയാണ്. സർവോപരി കേരളത്തിലെ സ്ത്രീജനങ്ങൾ നെഞ്ചിലേറ്റിൽ ആളിക്കുന്നൊരു നോവലിസ്റ്റ് കൂടിയാണ്. മനസ്സിലൊരു കുളിർമഴ. അതെ, എന്റെ തൂലികയിൽ നടന്നു വീണ മറ്റൊരു മുത്തുമണിയാണ്. നോ, മനോഹരേട്ടൻ. ഹലോ. അയ്യോ, എന്നെ പിടിച്ചു വെട്ടരുത്, ഞാൻ പാവോട്. നീ പിടിപിടി ഓടരുത്. അയാൾ നമ്മുടെ അയൽവാസിയാ, എഴുത്തുകാരൻ മനോഹരൻ മംഗളോദയം. ഇത് നേരത്തെ പറയണ്ടടി, ഞാൻ കരുതി കള്ളനായിരിക്കും. അതല്ലേ പോലീസിനെ വിളിക്കാൻ ഓടിയത്. ഏട്ടനല്ലേ പോലീസ്? അത് ഈ കള്ളന്മാരെ കാണുമ്പോ ഞാനങ്ങ് മറക്കും. വന്നേ. ഹലോ ഹലോ, ഞാൻ സബ് ഇൻസ്പെക്ടർ സുഗുണൻ, ഈടിവെട്ട് സുഗുണൻ.
ധീരന്മാരായ എല്ലാ പോലീസ് ഓഫീസേഴ്സിനും ഒരു ഇരട്ട പേര് കാണുമല്ലോ. അതാരും സ്വയം പറയാറില്ല. അതിരിക്കട്ടെ, എന്നെ കണ്ടപ്പോ എന്തിനാ ഓടിയത്? അതോ, ഞാനും ഭാര്യയും കൂടെ കള്ളനും പോലീസും കളിക്കായിരുന്നു. ജസ്റ്റ് ഫോർ എ ഹൊറർ. പേടിപ്പിക്കാടി. അല്ല, എന്താ വാക്ക്? അതേ മുറ്റത്ത് കിടന്ന് കിട്ടിയതാ. വെട്ടില്ല. ഹാജരാക്കൂ. ഞങ്ങൾ പോലീസുകാരൊക്കെ ഇങ്ങനെയാ. ഒരു കാര്യമില്ല, വന്നോളൂ. പാടിയേ വാമുടിയാ, എന്നെ പേടിക്കണ്ട. കൂടെ ഒരു ആളുണ്ടായിരുന്നല്ലോ, വൺ മിസ്റ്റർ ചെറുപ്പക്കാരൻ. ഓ, സൂര്യ. എന്റെ ആളെയും കുളിക്കാൻ പറഞ്ഞു വിട്ടിരിക്കുക. സൂര്യ എന്റെ ചെകുത്താന്റെ പേര്. സ്വന്തം മകനാ, പറ്റിപ്പോയി. ഇതെന്റെ ഭാര്യ രമണി. ആണോ? എഴുതോ? പഠിച്ചോണ്ടിരിക്കുമ്പോ ഒരുപാട് എഴുതിയിട്ടുണ്ട്. പ്രേമലേഖനം എഴുതുന്ന കാര്യമല്ല ചോദിച്ചത്, നോവൽ എഴുതുന്നു. അയ്യേ, ഈ നോവൽ എഴുതാനൊന്നും എന്നെ കിട്ടില്ല. സാറിന്റെ മനസ്സിലൊരു കുളിർമഴ ഒരുപാട് രാത്രിയിൽ എന്റെ ഉറക്കം കെടുത്തിട്ടുണ്ട്. Mrs. Sooner, so many ladies like this. അതിനെന്താ? സൂര്യ, ഇവിടെ വരൂ. ഭാഗ്യം വരുന്നു. ഇവര് നമ്മുടെ ദരിദ്രവാസികളാ, അല്ല അയൽവാസികളാ. കേട്ട് കേട്ട്. ഞാനൊന്ന് ഡ്രസ് മാറിയിട്ട് വരാം. പോക്കോ. എന്നെ ഭയങ്കര പേടിയാ. സിനിമാ നടനെ പോലെ ഉണ്ട്. ഒരുങ്ങി ഇറങ്ങി എന്നെ കണ്ടാൽ അവനഴിയിലെ മമ്മൂട്ടി എന്നേ ആരും പറയൂ. പിന്നെ ഈ രൂപത്തിലൊന്നും ഒരു കാര്യമില്ല. അവനുണ്ടല്ലോ ആ സൂര്യ, ഒരു ഗജ പോക്കരിയ. പാവ അവന്റെ അച്ഛൻ നന്നാക്കാൻ വേണ്ടി എന്റെ അടുത്ത് കൊണ്ടുവന്നതാ. ആരോടും പറയണ്ട, നോക്കി ഗർഭമുണ്ടാക്കുന്ന ജാതിയാ. സത്യം പറയണ്ടായിരുന്നു. ഒരു ഗജപുക്രിയെ മെരുക്കാൻ അളിയന്റെ അടുത്ത് ഏൽപ്പിക്കുന്നു. അളിയനാണെങ്കിൽ പോലീസ്. മനോഹരമായ തീം. അല്ല, എങ്ങനെ മെരുക്കാനാണ് ഉദ്ദേശിക്കുന്നത്? അതാ സൈഡിലെങ്ങാനും കിടന്ന് മെരുങ്ങിക്കോളും. പാടില്ല, അയാളെ എനിക്ക് വിട്ടുതരൂ. എന്തിന്? ഏത് ഗജപുക്രിയുടെ മനസ്സ് മാറ്റാനുള്ള ഫോർമുല എന്റെ കയ്യിലുണ്ട്. എന്ത് ഫോർമുല? പ്രണയം. അവന്റെ മനസ്സിൽ പ്രണയത്തിന്റെ വിത്തുപാക്കിയാൽ മതി. എന്റെ വഴിപിഴച്ച പ്രണയം വായിച്ചിട്ടുണ്ടോ? ഞാൻ ഈ കൂറകളൊന്നും വായിക്കാറില്ല. ഒന്ന് വായിച്ചു നോക്കണം. എന്തോന്നു? പക്ഷെ പ്രേമിക്കാൻ ഒരു പെണ്ണിനെ കിട്ടണ്ടേ? ഞാനൊന്ന് ട്രൈ ചെയ്താൽ. ഞാൻ ഒന്നും പറഞ്ഞില്ല. ഇന്നു മുതൽ സൂര്യയെ എനിക്ക് വിട്ടത്. എന്തിന്? അത് വഴിയെ മനസ്സിലായിക്കൊള്ളു. പുറത്തിറങ്ങുമ്പോൾ ഇനി മുതൽ ഞാനും അവന്റെ ഒപ്പം ഉണ്ടാകും. ജസ്റ്റ് ഫോർ എ കൂട്ട്. എന്താ എന്താ ഇവിടെ ശബ്ദം? പ്ലേറ്റ് കഴുകാൻ പറഞ്ഞിട്ടേ വേലക്കാരിക്ക് വയ്യാന്ന്. അതുകൊണ്ടത് മുഴുവൻ ഉടച്ചോ? ഞാനെല്ലാം കൂടി കഴുകുന്ന പെട്ടിക്കകത്തിട്ടു. അയ്യോ, വാഷിംഗ് മെഷീനകത്തോ? അയ്യോ അയ്യോ, എന്താ എല്ലാം കഴുകുന്ന യന്ത്രമല്ലേ ഇത്? എന്റെ ദൈവമേ. അയ്യോ ഇനി ഒരു കാര്യം ചെയ്യും, ഇതിന്റെ പുറകിലൊരു കുഴലുണ്ട്. അതുവഴി കുഴമ്പ് രൂപത്തിലൊരു സാധനം ഊറി വരും. അത് കുണ്ടറ കളിമൺ ഫാക്ടറിക്ക് അയച്ചുകൂടെ, അവര് പ്ലേറ്റ് ആക്കി തിരിച്ചയച്ചു തരും. ഇങ്ങനെ ബുദ്ധിയില്ലാത്തൊരു സാധനം. വേണ്ട, തൊലഞ്ഞു. ഞാനേ നോയിക്കുന്നു. നല്ല അസല് മിലിറ്ററി റമ്മും ചുക്ക വറവിൽ ചിക്കനും അടിച്ചിരുന്ന നമ്മള് വെറും നാടൻ ചാരായോ കപ്പ പുഴുക്കലും ആയി ഇല്ലടാ. അവനെ പറ്റി പേസാതെ നായ് ചൊറി നായ്. ஆமா, அந்த சுருநாய் மேனேஜரை இப்படி விட்டா അവൻ പോയിടും. என்ன தானே மேலே குடிக்கிறதுக்கு പച്ച തണ്ണി പോലും കിടക്കാതെ. വായ്മൂടറാ. ഇപ്പൊ വളർത്തിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് ആ പാലക്കരച്ച അവൻ മന്ത്രവാദം ചെയ്ത് കുപ്പിയിലാക്കി കോർക്കിട്ട് മുടിയില്ലടാ. അവൻ നമ്മ നനച്ച മാതിരിയല്ലടാ. അവന്റെ കയ്യിലെന്തോ കൂടോത്രമുണ്ട്. അതിവിടെ പെരിയ മയക്ക് മന്ത്രം തെളിഞ്ഞ ആള് നമ്മ കയ്യില இருக்க. நிஜமா? ஆசானே, குடிக்கிறது இந்த சாராயத்து மேல சத்தியம், உங்க மேல சத்தியம். நீ அல்லையா? உங்க மேல சத்தியம். കുഞ്ഞി മുത്തുന്ന് കേൾവിപ്പെട്ടിരിക്കാ? ഇപ്പൊ കേട്ട്. വലിയ മന്ത്രവാദി, പെരിയ ആള്. തീയിലെ சுட்ட கோழி இருக்குல்ல, கோழி, அந்த கோழிய மந்திரத்தை சொல்லி பறக்க வைப்பாரு. நிஜமா? நிஜமா. அது மட்டுமல்ல, மந்திரத்தை சொல்லி அவரை பும் பும் சொன்ன போதும் அந்த பறக்கிற கோழி அப்படியே கோழிக்கறி ஆயிடும். ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ. ഏത് മറവിൽ ഒളിച്ചാലും ഈ അരശുമൂട്ടി അപ്പൂക്കുട്ടൻ നിന്നെ പുല്ലുപോലെ കണ്ടുപിടിക്കും. ആഹാ.
അയ്യോ 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 എല്ലാവരും കൂടി പിച്ച് ചീന്തി തന്നെയല്ലേ അയ്യോ അയ്യോ നിർത്ത്. സാറേ ഈ വീടാണോ? അല്ല ഈ വീട് പെണ്ണ. പിടിക്കണോ? ഓടാടുന്ന്. ഇതുപോലെ 4 ഇരട്ടി അടിച്ചാലും മാത്തച്ഛൻ 4 കാലേ വീട്ടിലെത്തും. അതെ കാശ്. ഓ ഓ ഓടാ. ഓ ചതിയൻ ചന്തുവിന്റെ മാളിക. അവൻ ഞാൻ ആരാന്ന് വിചാരിച്ചേ? ആരാ നീയാ? വീട് മാറിപ്പോയോ? നീ എവിടുവാ? പെണ്ണുമ്പിടാടെ വീട്ടിൽ പോയി കിടക്കാൻ നിനക്കൊക്കെ നാണമില്ലയോടാ? കള്ള പന്നി. എടി അല്ലമ്മ വേണ്ട. എടി അല്ലമ്മ അല്ലമ്മ എടി അല്ലമ്മ. എന്നാ പുയിലാണ് ദേശോയെ. ഇരിയും വീശിട്ടുണ്ടോ? ഉണ്ട്. നാട്ടുകാരെ കൊണ്ട് 2-4 പറയിപ്പിക്കാതെ പടികേറി വാ മനുഷ്യ. പടി കേറത്തില്ല. ആവതില്ലേ? എടി താറാവുകാരൻ ആഹയുടെ മോളെ, എനിക്ക് ആവതില്ലെന്നോ? നിന്റെ 2-3 വർഷമായ സ്ഥിരം പല്ലവിയാണ് എനിക്ക് ആവതില്ലെന്ന്. ആവൂന്ന് ഞാൻ കാണിച്ചു തരാം. അവിടെ എനിക്ക് ആരോഗ്യത്തിന് ഒരു കുറവുമില്ല. ആ തെങ്ങേ കയറി മടലി വഴി മാത്തച്ഛൻ നിന്റെ മടിയെ വീഴും. ഓണമാണോ? നിന്റെ അപ്പനാഹായിക്കാടി ഓണം. എന്നതാ പറഞ്ഞേ? പറ്റത്തുള്ളൂ. മടലെവിടെ? ഇയാളാണോ? ഞാൻ വിചാരിച്ചു തേങ്ങ വീണാണെന്ന്. ഇതുപോലെ ആണെങ്കിൽ തേങ്ങ തെങ്ങും വീഴും. എന്താ എന്റെ പൊന്ന് സാറേ, എന്നെ ആശുപത്രി കൊണ്ടുപോയോ? എന്റെ കാലൊടിഞ്ഞ് പ്രശ്നമുണ്ട്. നാളെ ഇയാൾ പറയും നമ്മൾ തല്ലിക്കൊല്ലാൻ ശ്രമിച്ചെന്ന്. മനസ്സിൽ പോലും ചിന്തിക്കാത്തത് പറയാതെ ഏതായാലും ആശുപത്രി കെട്ടിയെടുക്കല്ലേ? ഇയാളെ വാ കൂടെ തുന്നി കെട്ടണം. തന്റെ അപ്പന്റെ വായാ തുന്നിക്കെട്ടി. ഇതിന്റെ മൂപ്പ വന്നിருக்கு. കേറി വാ മൂപ്പ. വിഷ്ണു, ദാ ഈ തായത്ത് കണ്ടോ? ഇവരുടെ തമ്പുരാനാക്കി എനിക്ക് ഇവരെ കെട്ടിത്തന്നിരിക്കുന്ന തായത്താണിത്. അതായത് അണ്ണന്റെ അച്ഛനപ്പന്മാരുടെ കാലം മുതൽ പാരമ്പര്യമായിട്ട് കൈമാറി വരുന്ന ഒരു പദവിയാണത്. അതുകൊണ്ട് ഈ തറവാട്ടിൽ വിവാഹം നടന്നാൽ ഇവരുടെ ആചാരപ്രകാരം ചില കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കാനുണ്ട്. ചെയ്തോളൂ മൂപ്പ. நாகராஜா, இந்த பொண்ணு மேல இருக்கிற பேயெல்லாம் இதை ஒரே அடியால தீர்த்துரு நாகராஜா. நீங்க உங்க வேலையே இந்த வடியாலே ஒரு அடி மொல்லமா அடிச்ச போறோம். எப்படி மொல்லமா? ஐயோ, இது மொல்லமா அடிச்சா இது போகாது. கை நட்டு, கை நட்டு. கையை நீட்டு. പോതുമാ പോതും. ഇനി ഇതുപോലെ രസമുള്ള ആചാരം വല്ലതും ഉണ്ടോ? അടിക്കയോ തൊഴിക്കയോ? அழிக்கக்கூடாது, அழிக்கக்கூடாது. வைகுந்தேரம் நம்ம கோயிலுக்கு வந்து தான் அழிக்கணும். வைகுந்தேரம் கோயில பாப்போம். வரே தம்பரா. അല്ല അതെ, നമ്മൾ എത്ര മണിക്ക് അവിടെ പോകേണ്ടത്? 6 മണിക്ക്. ഇപ്പൊ മണി എത്ര? 3. അപ്പൊ കുറച്ച് സമയം റെസ്റ്റ് എടുക്കാൻ ടൈം ഉണ്ടല്ലോ. അല്ല, നമ്മളൊരു സ്ഥലത്ത് പോകണമെന്ന് കറക്റ്റായിട്ട് പോയില്ലോ. അഴിക്കാൻ പാടില്ല, നേരെ പറഞ്ഞു കേട്ടില്ലേ? അഴിക്കണ്ട, കൊണ്ടുപോ. എവിടെ കിടന്ന് ഓടുന്ന? അല്ല പിന്നെ അവിടുത്തെ ഈ പിന്നെ ദേവി ഏതാ? അവിടെ ക്ഷേത്രത്തിലെ ദേവി. ദേവി പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അല്ല പിന്നെ പിന്നെ ഒരു ഒരു കാര്യം. അതെ, ഈ ദേവി വളരെ ശക്തിയുള്ളതാണോ? ആണെങ്കിൽ തനിക്കിപ്പോ എന്താ വേണ്ടേ? അയ്യോ, ഒന്നും വേണ്ടായേ. ഭക്തി ഉള്ളത് കൊണ്ട് ചോദിച്ചു പോയതാണ്.
പോയിട്ട് കാശ് പിടിക്കാൻ വന്നാൽ കൈ നീട്ടിക്കൊണ്ട്. അല്ല അതെ ഇത്ര മനോഹരമായ ആചാരങ്ങൾ, ഇങ്ങനെ മനോഹരമായ ആചാരങ്ങൾ വൈകിട്ട് ഉണ്ടാവുമോ എന്തോ. இந்த கற்பூரம் கையில வச்சு கத்திக்கணும். அப்புறம் இந்த அம்மா உங்க கால விழுந்து இழிச்சாല് எங்களுக்கு நீங்க கல்யாணம் കഴിച്ച மாதிரி. കയ്യിൽ വെച്ച ഇത് പൊള്ളൂല്ലേ? താഴെ വീട് എഴുന്നേറ്റ് ഉടനെ കളയാമല്ലോ. എനിക്ക് വയ്യ. മതി 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 മോളെ മതി. എഴുന്നേക്ക്. நிர்பந்தம் பிடிக்க கூடாது. இந்த அம்மா எழுந்ததுக்கு அப்புறம் தான் கிளப்பணும். മതി 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 എനിക്ക് അയ്യോ എനിക്ക് എനിക്ക് മതി. എത്ര മനോഹരമായ ആചാരം. മനോഹരം നിന്റെ എടി നമ്മളെ കുഞ്ഞുമക്കൾക്ക് ചോറ് കൊടുത്താ അവര് കഴിച്ചിട്ടേ പഴം കഴിച്ചോണ്ടിരിക്കും. നമ്മളെ വൈദ്യങ്ങൾ എന്തെങ്കിലും കഴിച്ച പിന്നെ അവരിപ്പോഴേ പാല് കുടിച്ചോണ്ടിരിക്കുക. നാത്തുമാരെ നിങ്ങൾ രണ്ടുപേരെ അകത്തേക്ക് പോയേ. എന്റെ ആങ്ങളമാർക്ക് ഞാൻ വിളമ്പി കൊടുക്കണം. എന്നാ എനിക്ക് എന്റെ ആങ്ങളമാരും ഒരുപോലെയാ. എന്നാ സ്വത്ത് ഭാഗം വെച്ചപ്പോ നിങ്ങൾ രണ്ടുപേരും കുറച്ച് കശപിശ കൂടിയെന്നിരിച്ച് ജീവിതകാലം മുഴുവൻ ശത്രുക്കളായിട്ട് കഴിയാന്ന വിചാരം. ഈ ചെച്ച ഒറ്റൊരുത്തം കാരണ ഞാൻ ആ മലയെ കയറി മലയോട് മല്ലിടിച്ച് മരിക്കേണ്ടി വരുന്നത്. എടാ അപ്പനെ പറ്റിച്ച് എല്ലാം നീ ഒതുക്കി വെച്ചില്ലേ? ഇല്ലേ ചെച്ചേ? പൂശകാശ ഞാൻ ഊതി ഉണ്ടാക്കിയ 1,00,000 രൂപ ഷെയർ ആയിട്ട് അങ്ങനെ എണ്ണി തന്നില്ലേ? പിന്നെ എന്താണ്? എടാ എടാ എപ്പോഴൂട്ടിയ മോങ്ങ നീ ഊതിക്ക. പക്ഷേ അടുപ്പിലൂതുന്ന ആസനത്തിലൂതരുത്. എടാ 1,00,000 നീ എനിക്ക് തന്നിട്ട് 10 ലക്ഷത്തിന് വീട് ഒതുക്കിയില്ലടാ ചെച്ചേ. എന്നാ താനാ വീടെടുത്ത് കട്ടപ്പനയിൽ കൊണ്ടുപോയിക്കോളോ. എനിക്കിന്റെ ഷെയർ തന്നാ മതി. ഇന്നടാ നിന്റെ ഷെയർ പിടിച്ചോ. എടാ പിണ്ടി എടാ എന്നാ പിടിച്ചോ. അന്ന് പാത്രത്തോളിലേക്ക് എന്താ ഇത്? മര്യാദക്കല്ലെങ്കിൽ എല്ലാവർക്കും ഇറങ്ങി പോവാം. പോട്ടെ. പോയ പറ്റി. അയ്യോ അങ്ങനെയൊന്നും വിളിക്കരുത് കേട്ടോ. എന്നാലേ എനിക്ക് അയാൾ തല്ലണം. എല്ലാത്തിനും അച്ചായം ശരിയാക്കാം. മോൻ പോയി കളിച്ചോ. പൊയ്ക്കോ പൊയ്ക്കോ. താവം നീ ആരടാ എന്നോട് എതിർക്കാൻ? ഇങ്ങോട്ട് ഇറങ്ങി വാടാ എരപ്പാളി. തന്തക്ക് പിറന്നവനാണെങ്കിൽ ഇറങ്ങി വാടാ. ഒന്ന് പോവാടാ മരമാക്കി പോയി തരത്തി പോയി കളിക്കടാ. ആഹാ അത്രക്കായല്ലേ? അയ്യോ ഇയാളെന്താ ഈ കാണിക്കണേ? എന്താ നോക്കണേ? ഇവിടെ ഇരിക്കണോ? അവർക്കൊന്നും ചിരിക്കാനുള്ള സൗകര്യം നിങ്ങൾ ചെയ്ത് കൊടുക്കണ്ട. അവരുടെ ആശ തീർക്കാനേ അവർക്കറിയാം. എടോ താനെന്തീ കാണിക്കുന്നത്? കാണിച്ചില്ല, കാണിക്കാൻ പോകുന്നേ ഉള്ളൂ. എല്ലാരും കണ്ടോ? ഇറങ്ങടാ. ഇറങ്ങാനാ? എങ്ങോട്ട് ഇറങ്ങാൻ? അങ്ങോട്ട് ഇറങ്ങടാ.
താൻ എന്താണ് ഈ കാണിച്ചത്? ചോദിക്കാൻ നമ്മളാരാണാവോ? ഞാൻ അവന്റെ കൂട്ടുകാരനാ. എന്നാ നീയും കൂടെ ചെല്ലടാ. നീ ആരെങ്കിലും ഉണ്ടോടാ അവന്റെ കൂട്ടുകാര്? നീ കൂട്ടുകാരനടാ. ഏയ് ഞാനവനെ അറിയൂല. കൂട്ടുകാര് പാട്ടൊക്കെ പാടി താളത്തിൽ തുഴഞ്ഞിങ്ങ പോര്. വണ്ടി പോട്ടെ. എന്താണ് ബോട്ട് പറഞ്ഞ? ഞങ്ങളൊരുത്തൻ വെള്ളത്തിലെറിഞ്ഞാണ്. ആരാണാ പറ്റി? ആ ഹിന്ദുവിന്റെ മറ്റവൻ ഫ്രാങ്കിനാവൻ വെള്ളത്തിലെടുത്തെറിഞ്ഞ. പിന്നെ അവനറിയാൻ ഞാൻ നിന്ന് കൊടുക്കേ. അതിനു മുമ്പേ ഞാൻ വെള്ളത്തിൽ ചാടി. നമ്മൾ ആരാ മോൻ? കര അങ്ങോട്ടല്ല ഫ്രാങ്കേ. അവനിക്കറിയാ. അങ്ങാട്ടി ചെന്നാലേ അവന്റെ വായിച്ചെന്ന് വിടും. തിരിച്ചു നീന്തിയാ വല്ല സഹാറ മരുവിൽ പോയി രസപ്പെടാ. ആ പന്തലിൽ വെച്ച് തന്നെ പൂജാബേട്ടിയുടെ കല്യാണം നടത്തും എന്ന് സിക്കന്ദർ സാബ് ശപഥം ചെയ്തതോടെ അയ്യോ ഈ വീട്ടിലുള്ള മറ്റുള്ളവർ മറ്റൊരു ശപഥം കൂടെ ചെയ്തു. ഇനി പൂജാബേട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ടേ ഈ വീട്ടിലുള്ള മറ്റാരെങ്കിലും കല്യാണം കഴിക്കൂന്ന്. അത് നന്നായി. പെട്ടെന്നൊരു കല്യാണം വന്നാ തുണി അലക്കി 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 എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. പക്ഷെ പെട്ടെന്നൊരു കല്യാണം നടക്കും എന്റെ. എടോ, കല്യാണം കഴിക്കണമെങ്കിൽ മിനിമം താലി കെട്ടാനുള്ള ആരോഗ്യമെങ്കിലും വേണം. മിനിമം ഒരു പെണ്ണിനെയൊക്കെ താലി കെട്ടാനുള്ള ആരോഗ്യം ഈ ശരീരത്തിനുണ്ടോ? ഇല്ലെങ്കിൽ അവൾ എന്നെ പ്രേമിക്കോ? ദൈവമേ, ഈ ശരീരത്തിനോടും പ്രേമോ? അതേടാ, മേരാ പ്യാരി സോനാരെ. സോനാര് അതായത് എന്ന് പറഞ്ഞ തങ്കമേ. ഓ, അപ്പൊ തങ്കമ്മേതാ പെണ്ണിന്റെ പേര്? തങ്കമ്മ എന്നല്ലടാ പോത്തെ. തങ്കമേ സോനാരെ. വേഗം ഒഴിക്കടാ. ഒഴിക്കല്ലേ, ധൃതി പിടിക്കല്ലേ. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. തോണ്ടി നാക്കിന്റെ മർമ്മത്ത് തേക്ക്. അയ്യ, എന്തു ചെയ്തത്? ഇത്തിരി സോഡ കൂടി. ആ ഒഴി ഒഴി ഒഴി. എന്റെ അച്ഛന്റെ അച്ചാറ്. ആ മിലിറ്ററിയാണ്. അപ്പൊ ഇല്ലാത്ത വെടിവെച്ചൊക്കെ കേൾക്കും. എന്നാ പിന്നെ കിടന്നുറങ്ങിക്കൂടാ. എന്ത് പറ്റി രമണ? അയ്യോ പാവം. പോട്ടെ പോട്ടെ. അങ്ങനെ അവന്റെ മെയിൻ സ്വിച്ചും പോയി. എന്തിനാ ഇവിടെ ഒരു ബഹളം? ഒച്ച വെക്കാനാ പാട്ടി. വാ, നമുക്ക് സംസാരിക്കാം. എനിക്ക് സംസാരിക്കാൻ ഇവിടെ ആരുമില്ലാതായി. ആരുമില്ലാടാ ഇവിടെ എനിക്ക് സംസാരിക്കാൻ.